ഫോട്ടോ എടുക്കുന്ന ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് നീക്കി കൊടുത്താൽ നമുക്ക് വീഡിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്ക് എപ്പോഴാണ് ഫോട്ടോ വേണ്ടിച്ചാൽ ഈ ബട്ടൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോയും കിട്ടും, വീഡിയോയും കിട്ടും. I shoot photography. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോണിൽ നമുക്ക് എങ്ങനെ നല്ല പടങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേര് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോ കിട്ടാൻ വേണ്ടി ഐഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഐഫോണിൽ നമുക്ക് എങ്ങനെ നല്ല പടങ്ങൾ എടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു iPhone 11 എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഒരു പെട്ടെന്ന് നമുക്ക് ഫോട്ടോ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. പല പടങ്ങളും നെറ്റിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല പടങ്ങളിലും അത് നല്ല സീനൊക്കെ ആയിരിക്കും, പക്ഷേ ഫോക്കസൊക്കെ ഒരുപാട് ലോസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ പടങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് നമുക്ക് നല്ല രീതിയിലൊരു ഐഫോണിൽ എങ്ങനെ നമുക്ക് പടങ്ങൾ എടുക്കുന്നതിനെ കുറിച്ച് ആദ്യത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഐഫോണിൽ നല്ല നമ്മൾ ഏത് ഫോണിലും നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നമ്പറൊക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഫോണിൽ നമുക്കൊരു ക്യാമറയുടെ എംബ്ലം കാണാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഓൺ ആവും. ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഓൺ ആകും. അപ്പോൾ അത്രയും സമയം നമ്മൾ കളയേണ്ട. ചിലതിൽ സ്വൈപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത്, ചില ഫോണിൽ ഐഫോണിലാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്യാമറയാണ് ഐഫോണിൽ വരുന്നത്. ഒരു നോർമൽ ക്യാമറയും ഒരു വൈഡ് ക്യാമറയും. അപ്പോൾ നമുക്ക് വൈഡ് ക്യാമറയും നോർമൽ ക്യാമറയും മാറ്റി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 1x എന്ന് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ വൈഡിൽ ക്യാമറയ്ക്ക് പോകുമ്പോൾ ഒരുപാട് വൈഡാണ്. അറിയാം, ഇത്ര അടുത്ത് തന്നെ നമ്മളിപ്പോൾ ഈ എയർബഡ് വെച്ചിട്ട് ഇത്ര അടുത്ത് തന്നെ നമ്മൾ എയർപോഡ് വെച്ചിട്ട് അത് വളരെ വൈഡായിട്ടാണ് ശരിക്കും പോകുന്നത്. ഇതാണ് നോർമൽ ക്യാമറ. വൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്തേക്ക് പോകും. അപ്പോൾ നമുക്കതിൽ പ്രസ് ചെയ്ത് ജസ്റ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഗ്രാജുവലി ആണ് സൂം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൂം ബട്ടന് നമുക്കൊരു ഡയൽ വരും. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അതൊന്നുകൂടി പ്രസ് ചെയ്താൽ അത് തിരിച്ചു പോവുകയും ചെയ്യും. ഐഫോണിലുള്ള വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ വീഡിയോ എടുക്കാൻ പറ്റും. ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഫോട്ടോ എടുക്കുന്ന ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് നീക്കി കൊടുത്താൽ നമുക്ക് വീഡിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്ക് എപ്പോഴാണ് ഫോട്ടോ വേണ്ടിച്ചാൽ ഈ ബട്ടൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോയും കിട്ടും, വീഡിയോയും കിട്ടും. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വീഡിയോഗ്രാഫിയുടെ ബട്ടൺമേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒന്നുമില്ല, ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ റെക്കോർഡിംഗ് ആണ്. ഫോട്ടോ നമുക്ക് എപ്പോൾ ആണെങ്കിലും ഫോട്ടോ എടുക്കാം, ആവശ്യമില്ലെങ്കിൽ ഓഫാക്കാം. അത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ബേസ്റ്റ് മോഡ് കിട്ടും. ഒരുപാട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കണമെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ച് നീക്കി കൊടുത്താൽ വേണ്ട അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള പടങ്ങൾ നമുക്ക് എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഫോട്ടോൻ്റെ ക്വാളിറ്റിക്ക് വരുമ്പോൾ നമുക്ക് ഈ ഫോട്ടോ വീഡിയോ എന്ന് കാണുന്നിടത്ത് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മേലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരും. ഫ്ലാഷ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതിയല്ലോ. അതുപോലെ ലൈവ് ഫോട്ടോ നമുക്കറിയാലോ, ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരു ലൈവ് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈവ് ഓൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു ലൈവ് ഫോട്ടോ നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആ ഫോട്ടോ ഒരു ലൈവ് ഉണ്ടാവും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ തന്നെ ലൈവ് പോലെ ഒരു വീഡിയോ ക്ലിപ്പ് പോലെ വർക്ക് ചെയ്യും. അതാണ് ലൈവ് ഫോട്ടോ. അത് നമുക്ക് അത്യാവശ്യം വരുന്ന സംഭവമല്ല. അതുകൊണ്ട് നമുക്കത് എപ്പോഴും ഓഫാക്കി വെക്കുകയാണ് നല്ലത്. ആവശ്യമുള്ള സമയത്ത് മാത്രം അത് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഫോട്ടോൻ്റെ സൈസാണ് വരുന്നത്. നമുക്കൊരു ഇൻസ്റ്റയ്ക്കൊക്കെ ഇടുന്ന ഫോട്ടോ ആണെങ്കിൽ നമുക്ക് സ്ക്വയർ ചൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്താൽ കറക്റ്റായിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ അതുപോലെ സ്ക്വയർ, അതായത് 1:1. പിന്നെ നമുക്ക് നോർമലി 4:3 നമ്മുടെ ഫോട്ടോൻ്റെ സൈസിൽ നമുക്ക് ഈ ഒരു സൈസിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 16 ഒരു വീഡിയോൻ്റെ സൈസിലാണ് നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് നമുക്ക് 16:9 എന്ന് പറഞ്ഞ വീഡിയോൻ്റെ സൈസിൽ കാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൈസിൽ നമുക്ക് പിക്ചർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ ഒരു സ്റ്റോറിയൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ 16:9 എടുത്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ സ്റ്റോറി ഇടുമ്പോൾ ഈ ഒരു സൈസിലാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റിയെടുത്താൽ നന്നായിരിക്കും. നോർമലി നമുക്ക് 4:3 യൂസ് ചെയ്യാം, ഏതിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ ഇഷ്യൂ ഇല്ല. പിന്നെ നമുക്കിവിടെ വരുന്നത് ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമർ ഓൺ 3 സെക്കൻഡ് 10 സെക്കൻഡ് ടൈമർ വെച്ചിട്ട് നമ്മൾ ദൂരത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുകയോ അങ്ങനെയൊക്കെ ടൈമർ നമ്മൾ ഇളകാതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ടൈമർ ഓൺ ചെയ്യാൻ പറ്റും. അതൊക്കെ നോർമലി ആണല്ലോ. പിന്നെ നമുക്ക് പിക്ചർ പ്രൊഫൈൽ വരുന്നുണ്ട്. നമുക്ക് സെയിം കളർ കീപ്പ് ചെയ്യുന്ന പ്രൊഫൈലുണ്ട്. അതുപോലെ നമുക്ക് വിവിഡിലേക്ക് മാറ്റാൻ പറ്റും. വിവിഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കളർഫുൾ ആയിട്ടുള്ള പിക്ചർ കിട്ടും. അതേമാതിരി ഡ്രാമാറ്റിക്, കൂൾ, മോണോ, ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. നമുക്കതിലേതെങ്കിലും വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വെറുതെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ മാറിയിട്ട് നമ്മൾ പോർട്രേറ്റിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പോർട്രേറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ലൈറ്റിംഗ് ഓപ്ഷൻ കിട്ടും. നാച്ചുറൽ ലൈറ്റ്, ഇപ്പോൾ നമ്മളിവിടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നാച്ചുറൽ ലൈറ്റ്, ഈ ലൈറ്റ് നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. നാച്ചുറൽ ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ലൈറ്റുകൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റേജ് ലൈറ്റ്, ഇപ്പോൾ ഇതിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു പിക്ചർ സ്റ്റേജിൽ നിന്ന് മേലെ നിന്ന് വരുന്ന വേണ്ട, മേലെ നിന്ന് വരുന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ എടുക്കാനൊക്കെ നമുക്ക് പറ്റും. അതുപോലെ സ്റ്റേജ് ലൈറ്റ് മോണോ പ്രൊസസ്സും കഴിഞ്ഞ് കണ്ടാൽ നമുക്ക് അതുപോലെ അതിപ്പോൾ കുറച്ചും കൂടെയൊക്കെ സമയമൊക്കെ എടുത്ത് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പടങ്ങൾ എടുക്കാൻ കിട്ടും. അപ്പോൾ എവിടെയാണ് പിക്ചർ വരേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പോൾ ഈ പിക്ചറിൽ കുറച്ച് കറക്റ്റ് ലൈറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആ ലൈറ്റിംഗ് വരുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതുപോലത്തെ പിക്ചർ എടുക്കാൻ പറ്റും. ഹൈ കീ ലൈറ്റ്, അതായത് ഭയങ്കര പ്രകാശം, പ്രകാശത്തിൽ ഇങ്ങനെ കത്തിയെരിഞ്ഞ് പോകുന്ന രീതിയിലുള്ള പടങ്ങളുണ്ട്. നമ്മളെ മാത്രം കാണുന്ന രീതിയിലുള്ള അടിപൊളി പടങ്ങൾ നമുക്കിതുപോലെ നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. കാരണം ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് നമുക്കിത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് പടം എടുക്കുമ്പോഴൊന്നും കാണാറില്ല. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അപ്പോൾ നാച്ചുറൽ ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ്, ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രസമായിട്ടുള്ള പടങ്ങൾ നമുക്ക് ഈ ഐഫോൺ വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഫ്ലവർ വൈസ് ആണ്. അത് നമുക്കൊരു പോർട്രേറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നല്ല രീതിയിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഈ സ്റ്റുഡിയോ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ നമ്മൾ പോർട്രേറ്റിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ മേലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ ഓപ്ഷൻസൊക്കെ കിട്ടും. ഈ കളർ ഓപ്ഷൻസ് വിവിഡ് ഇതൊക്കെ കിട്ടും. നമുക്ക് കളർ ഓപ്ഷൻസ് വേണമെങ്കിൽ വിവിഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ആ പടങ്ങൾ നമ്മൾ കുറച്ചും കൂടെ കളറൊക്കെ കൂടി ഒന്ന് മൊഞ്ചനും മൊഞ്ചത്തേക്ക് ആവാൻ പറ്റിയ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പോർട്രേറ്റിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നൊരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുക. അതാണ് എല്ലാവരും പ്രശ്നം. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോർട്രേറ്റിൽ യൂസ് ചെയ്യാൻ ഐഫോണിൽ ഈ എഫ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എത്രമാത്രം നമുക്ക് ഡെപ്ത് വേണം നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളൊരു ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ എഫ് നമ്പർ കൂട്ടിയിട്ടും കുറച്ചിട്ട് വേണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എത്രമാത്രം നമുക്ക് ഡെപ്ത് വേണം ചൂസ് ചെയ്യണത്. അതേപോലെ തന്നെ നമുക്ക് ഐഫോണിലും ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഈ എഫ് നമ്പർ കുറയ്ക്കുകയും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എഫ് നമ്പർ നമ്മൾ 16 ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്താൽ ഫോക്കസ് ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന രീതിയിലുള്ള ഒരു പടമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ അത് തന്നെ എഫ് നമ്പർ വീണ്ടും പോയി കുറച്ച് 1.4 1.4 നിങ്ങൾക്കറിയാം ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ബ്ലർ ചെയ്ത് പോകും. ബ്ലർ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുള്ള നല്ലൊരു പടം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ, അതായത് ഇപ്പോൾ നമുക്കൊരു നമ്മളെ ഫാമിലിയുടെയോ അതല്ലെങ്കിൽ നമ്മൾ സെൽഫി തന്നെ എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട്, ഇപ്പോൾ ഇതൊക്കെ സെൽഫി ക്യാമറയും ഇതുപോലുള്ള മോഡുകളൊക്കെ സെൽഫി ക്യാമറയും വർക്ക് ചെയ്യും. ഇപ്പോൾ സെൽഫി ക്യാമറയൊക്കെ നമുക്ക് സ്വിച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാൻ പറ്റും, കണ്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറാണ് രീതിയിലാണ് നമുക്ക് ഫോട്ടോ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ പറ്റും നന്നായിട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ടെന്ന്. അതാണ് ഡെപ്ത് കൺട്രോളാണ് എഫ് നമ്പറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഫോട്ടോ സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് പോർട്രേറ്റിലും ഫോട്ടോഗ്രാഫിയും നമുക്ക് നന്നായി സെലക്ട് ചെയ്യാം. പിന്നെ പെനോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സബ്ജക്റ്റിന് നമുക്ക് വലിയ എന്താ പറയുക ലാൻഡ്സ്കേപ്പൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്യാമറയിലും നമുക്കറിയാൻ പറ്റും. സ്മൂത്തായിട്ട് മൂവ് ചെയ്തിട്ട് വലിയ വൈഡായിട്ടുള്ള പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പിക്ചർ എടുക്കാൻ നമുക്ക് അടുത്തൊരു ഇനിയും ഒരു സെഷനിൽ പറയാം. കാരണം ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാലും ബോറടിക്കാൻ വന്നുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിൽ പറയാം. അതുപോലെ സ്ലോമോ വീഡിയോനെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഐഫോൺ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മുടെ എക്സ്പോഷറും ഫോക്കസുമാണ്. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുന്ന കാര്യം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു സബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് ഞാനൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോക്കസ് ആയിട്ടുള്ള ഒരു പടം കിട്ടും. അത് നമുക്ക് നേരെ മറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഈ സബ്ജക്റ്റാണ് ഫോക്കസ് ആവേണ്ടത്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി വൈഡ് ഇങ്ങനെയുള്ള പടങ്ങൾ എടുക്കണം, സബ്ജക്റ്റ് ഫോക്കസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ പുറത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, നമുക്കിവിടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ AV ഇതാണ് അവിടെ AF ലോക്ക് എന്ന് പറയും. AE എന്ന് പറഞ്ഞാൽ ആട്ടോ എക്സ്പോഷറും ആട്ടോ ഫോക്കസും ലോക്കായി. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ പിടിച്ചാൽ ഇവിടെ ബ്ലറനായിരിക്കും, നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് സബ്ജക്റ്റ് ഫോക്കസുള്ള ഒരു പടം കിട്ടും. ഇനി നമുക്ക് ഇവിടെയാണ് ഫോക്കസ് വേണമെങ്കിൽ മാത്രം അങ്ങോട്ട് മാറ്റിയാൽ മതി. അങ്ങനെ നമുക്ക് പടങ്ങൾ എടുക്കാൻ പറ്റും.
അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് വഴിയാണ് ഇത്രയും വൈഡായിട്ട് കാണിക്കണമെങ്കിൽ നേരെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ AF ലോക്ക് ഓൺ ആവും. ഇനി നമുക്ക് ഈ പിന്നെ നമ്മൾ സബ്ജക്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലൈറ്റ് കൂട്ടാനും കുറക്കാനും സ്ക്രീനിൽ താഴേക്കും മേലേക്കും, ഇപ്പോൾ കുറച്ച് ലൈറ്റ് കൂടുതലാണ് സ്ക്രീനിൽ താഴേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ ലൈറ്റ് കുറയും, മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കൂടുകയും ചെയ്യും. ഈസി. അപ്പോൾ അത്രയും ഈസി ആയിട്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വെറുതെ ഒന്നിട്ട് ഫോട്ടോ എടുക്കാതെ ഒരു മിനിറ്റ് നമ്മൾ ഫ്രീയിലെടുത്ത സമയത്ത് നമുക്കൊന്ന് പ്രാക്ടീസ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഫോട്ടോഗ്രാഫി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നന്നായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വീഡിയോ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോയിലെ സെറ്റിങ്സ്, ഫ്രെയിം റേറ്റ്, അതുപോലെ സ്ലോമോ വീഡിയോ എടുക്കുമ്പോഴുള്ള സെറ്റിങ്സ്, ടൈം ലാപ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ഡിസ്കഷൻ ആവാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ കൂടുതൽ മൊബൈൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് സംസാരിക്കാറില്ല, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് മറ്റ് സെഷനിലേക്കൊക്കെ പോകാം. അല്ലെങ്കിൽ മൊബൈലിൽ കുറച്ച് ഫോട്ടോ എടുക്കുന്ന സെറ്റിങ്സും അതുപോലെ കുറച്ച് ഒരു എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫി അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഫോണിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ്ക്കും ബാക്കിയുള്ള ടെക്നിക്കൊക്കെ പോകാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.